പിന്നെ അതുകൂടാതെ തന്നെ ഫ്രണ്ട് ഹെഡിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യണമെന്ന് ഞാൻ തരുന്നു നല്ലൊരു ചെയ്യിപ്പിച്ചു തരാം. ഇപ്പൊ ഇത്രയും പൈസയ്ക്ക് വേണ്ടി നമ്മൾ അത്യാവശ്യം പൈസയ്ക്ക് വേണ്ടി അതൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മൾ പൈസ എല്ലാം കിട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതായിരിക്കും പറ്റുന്നത്. ഇങ്ങനെ എന്തായാലും വണ്ടി വാഷ് ചെയ്ത് വെറ്റത്തോളൂ വലിച്ച് ഒരു മോക്സിയുടെ ഒരു ഫിൽറ്റർ എയർ ഫിൽറ്റർ വാങ്ങിക്കണം. അപ്പൊ ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് എന്താ പറയണ്ടേ, കുറെ നാളായിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിലില്ലായിരുന്നു, ലീസിന് വെച്ചേക്കുമായിരുന്നു. ഇപ്പൊ ലീസിന് വെച്ച നമ്മുടെ വണ്ടി ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. കാരണം നമ്മുടെ മോക്കോ ഇപ്പൊ ലീസിന് പോയിരുന്നപ്പോഴത്തേക്ക് അത് കുറച്ചാൾ കയ്യിലില്ലായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ വണ്ടി പോകത്തിലുണ്ട്. പിന്നെ വണ്ടി കുറച്ച് അത്യാവശ്യം ചെറിയ ചെറിയ പണിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ DRL വെച്ച് തന്നെ സൈഡിലാണ്ട് ഇവിടെ കുറച്ച് ലൈറ്റ് ചെയ്ത് DRL കത്തുന്നൊന്നുമില്ല. പിന്നെ ഇന്ന് ഡെയിലി വ്ളോഗായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്, വേറെ ഒന്നുമില്ല. വണ്ടിക്ക് ചെറിയ ചെറിയ കുറച്ച് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറണം. പിന്നെ ബാക്ക് ടയറിൽ എയർ നിൽക്കുന്നില്ല, അതാണ്ട് അപ്പൊ ഇതൊന്ന് മാറണം. പിന്നെ ഇതിന്റെ ഡാംബർ ബുഷ് ഉണ്ട്, ഡാംബർ ബുഷ് കംപ്ലൈന്റ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മീറ്റർ കേബിൾ ഒന്ന് മാറി വെച്ചു. മീറ്റർ കേബിൾ എനിക്ക് ഒന്ന് പൊട്ടിയതാന്ന് തോന്നുന്നുണ്ട്. മീറ്റർ വർക്ക് ആവത്തൊന്നുമില്ല, ഈ പൂജ്യത്തിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മളിപ്പോ വണ്ടി എത്ര കൈ എടുത്താലും പൂജ്യത്തിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വേറൊന്നുമില്ല, നമ്മുടെ വണ്ടിയുടെ കുറച്ച് പണിയും കാര്യങ്ങളും. പിന്നെ വണ്ടി ഒന്ന് ഇത് ചെയ്യണം, വാഷ് ചെയ്യണം. ഫുള്ള് നേരെ വീഡിയോയിലേക്ക് പോകും. ഒരുപാടങ്ങ് പറഞ്ഞ് നിങ്ങളെയും കൂടെ ഞങ്ങൾ ഇതാക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. ഓക്കെ, ശരി എന്നാ. ഓണാക്കിയ നിങ്ങളുടെ വണ്ടിയുടെ പഞ്ചറാണോ എന്ന് അറിയാൻ പറ്റുന്നത്. ഇതൊരു വിൽക്കുന്നില്ല, പഞ്ചറാണോ അതിനുവേണ്ടി വന്നതാണ് നമ്മൾ. ചേട്ടാ പഞ്ചറാണോ നോക്കുന്നുണ്ട്. പഞ്ചറാണെങ്കിൽ തീർന്നു. ഇപ്പൊ നമുക്ക് എന്താ ഗൈസ്, ഞാനിവിടെ ഒരു പഞ്ചർ ഉണ്ട്. നമുക്ക് രാവിലെ തന്നെ പണി കിട്ടിയല്ലേ ഗൈസ്, കഥം. നമ്മളുടെ വണ്ടി പഞ്ചറായിരുന്നു. അപ്പൊ പഞ്ചറൊക്കെ തിരിയാക്കിട്ട് സെറ്റാക്കി തന്നു ചേട്ടൻ. പിന്നെ നമ്മൾ നേരെ 5 പോകും. 5 അല്ലെങ്കിൽ 1000 പോകും. നമ്മള് 5 ചെന്ന് 5 നമ്മുടെ സ്റ്റോർ പഞ്ചറെ ചോദിക്കണം. അപ്പൊ ചോദിച്ചിട്ട് അങ്ങനെ റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ശരിയായിരിക്കും. സ്റ്റോർ പഞ്ചർ 1000 പോകും. 1000 കടയുണ്ട്. റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കും നമ്മുടെ ഈ ഭാഗത്തൊക്കെ. അപ്പൊ നമ്മളോട് നമ്മുടെ ഫ്രണ്ടും ഉണ്ട്. ഫ്രണ്ടാണ് ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എന്റെ ഫോണിൽ കംപ്ലൈന്റ് ആയിട്ട് കടയിൽ കിടക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ വീഡിയോസ് ഒക്കെ എടുപ്പിക്കുന്നത്. അതുകൊണ്ട് പുഴയും എന്റെ റോഡ് മൊത്തം പോയി കിടക്കുക. നമ്മള് സ്റ്റോപ്പ് ചെയ്തിട്ട് കാണാം. എന്താ സാറേ മനസ്സിലായോ? അകത്തോട്ട് പോവാം. ഇവിടുന്ന് മേലോട്ട് കയറിപ്പോണം കേട്ടോ. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ട്. നമ്മൾ നേരെ ഷോപ്പിന്റെ തന്നിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ഹെൽമെറ്റിന്റെ ഒരുപാട് കളക്ഷൻ കയറി വരുമ്പോൾ തന്നെ കാണാം. അത് കയറി വരുമ്പോൾ തന്നെ കാണാം, ഒരുപാട് കളക്ഷൻ ഇട്ടു. ഒരുപാട് കളക്ഷൻ ഇട്ടാണ്. ഹലോ ഗൈസ്, അപ്പൊ അവരുടെ അകത്തുണ്ട് ലോ ബഡ്ജറ്റുള്ള അത്യാവശ്യം പ്രീമിയം ബഡ്ജറ്റ് വരെയുള്ള എല്ലാ ഹെൽമെറ്റും അവൈലബിൾ ആണ്. പിന്നെ സ്റ്റീൽ ബാൻഡ് ലോ ബഡ്ജറ്റ് ഹാഫ് സൈസ് എല്ലാം കിടപ്പുണ്ട്. പിന്നെ SMK ഹെൽമെറ്റ് ആണ് അപ്പുറത്തെ ഇരിക്കുന്നത്. ഇതൊക്കെ റേറ്റ് വരുന്നത് 12 സംതിങ്ങൊക്കെ പോകുന്നു. 12,400 വേണ്ടിയിരുന്നത് SMKയുടെ ഓപ്പോ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. പ്രീമിയം ഹെൽമെറ്റ് എത്ര സൈഡ് കിടപ്പുണ്ട്. ഇപ്പൊ ഗൈസ് 1600 തൊട്ട് 14,000 രൂപ വരെയുള്ള പ്രീമിയം ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മള് ഈ ലൊക്കേഷൻ വരെ നമ്മുടെ ആയൂര് ഭാഗത്താണ്. ഞാൻ എൻ്റെ പേര് ഉണ്ട്. വണ്ടിയുടെ ഗ്രിപ്പ് കാര്യങ്ങൾ പിന്നെ എല്ലാവരും പറയുന്നത് നമ്മളെ സനലാട്ടം വെച്ചാണ്ട് ഈ ഒരു ത്രോട്ടില് ഇതിന്റെ റേറ്റ് വരുന്നത് 220 ഇത് ഒരുപാട് കളറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ബ്ലാക്ക് കിടപ്പുണ്ട്,
ഒരുപാട് പീസും കാര്യങ്ങളും കിടപ്പുണ്ട്. റെഡ് കിടപ്പുണ്ട്, ഇതിൻ്റെ റെഡ് കിടപ്പുണ്ട്. ഇതൊക്കെ വേണമെന്നുള്ളൊരു ഭവാനിയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അവസാനം ഇതിൻ്റെ ലൊക്കേഷൻ കൊടുത്തേക്കാം. പിന്നെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, HJCയുടെ ഫോഗ് ലാമ്പ് എല്ലാം കിടപ്പുണ്ട്. പിന്നെ ഇഞ്ചിക്കെട്ട്, നമ്മുടെ സ്പ്ലെൻഡറിലൊക്കെ എല്ലാവരും വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റേ RPM മീറ്റർ ഉണ്ട്, മീറ്റർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും കണ്ടോ, ഒരുപാട് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ 350 രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. മറ്റേ ലൈറ്റിൻ്റെ പേര് തന്നെ മറന്നുപോയി. ഇതെല്ലാം ഉണ്ട് ഇവിടെ. യൂണിവേഴ്സിൽ ചെടിയൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെയും പല കളറൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അല്ല, ഇവിടെ മൊത്തം ബാക്കിയുള്ള ആക്സസറീസ് കാര്യങ്ങൾ, പ്രോട്ടൈപ്പർ കാര്യങ്ങൾ എല്ലാം കുഴപ്പമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ അല്ല. അപ്പോൾ ഇവരുടെ താഴെ തന്നെ ഒരു ഷോപ്പുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കും. പിന്നെ ജാക്കറ്റ്, ഇത് റെയിൻകോട്ടാണ് കേട്ടോ. ജാക്കറ്റ് അല്ല, റെയിൻകോട്ടാണ്. പല കളർ റെയിൻകോട്ട്, വൈലറ്റ്, അങ്ങനെ റെയിൻകോട്ട് കാര്യങ്ങൾ കിടപ്പുണ്ട്. എക്സസൈസ് കാര്യങ്ങൾ, ഹെൽമെറ്റ്, ജാക്കറ്റ് ഒക്കെ കിടക്കുന്നതാണ്. നമ്മുടെ സാധനം മാറ്റിട്ട് മീറ്റർ 95, അതിനൊക്കെ റേറ്റ് 895, ഡാബർ വരുന്നത് 96 റേറ്റ് ആണ് വരുന്നത്. ഇവിടുന്ന് തന്നെ മാറ്റം നമ്മുടെ വണ്ടി പോയിരുന്നു. നല്ലൊരു പണം ഒരു കൂട്ടിൻ്റെ കിട്ടും. ഹൈദരാബാദ് തെക്കും ബംബോ ഓയിൽ കാര്യങ്ങളൊക്കെ കൂട്ടിൻ്റെ കിട്ടും. എല്ലാ വർക്കും ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ബാർഹലിലേക്ക് വേണ്ടി വണ്ടിയിലാക്കി കോഡിസിലേക്ക് വേണ്ടി നമ്മൾ തീർച്ചയായും പോകുന്നില്ല. ഒരു വർക്ക് നടന്നിട്ട് നമ്മുടെ വണ്ടിപ്പം നോക്കും വഴികൾ പോയിരിക്കും. സെറ്റാക്കുന്നു. ഗൈസ്, നമ്മൾ വീല് ഊരുന്ന ചടങ്ങിലോട്ട് പോകുന്നു. അപ്പോൾ ചേട്ടൻ തന്നെ നമ്മളെ സ്മാർട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീലൊക്കെ ഊരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, നേരെ ചേട്ടൻ അത് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ 1000 ഇറങ്ങി ഭവാനി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നാണ്ട് ഇവിടെ 1000 ഒരു ചേട്ടൻ്റെ കടയുണ്ട്. നമ്മൾ അവിടെ വന്നാണ്ട് നല്ല മൊരിഞ്ഞ മുളക് വെച്ച് ചമ്മന്തി, ചായ. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. മോനെ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആണ് കേട്ടോ. ഇവിടെ വന്നിട്ട് സൂപ്പർ പോലെ 5 1000 പോകുന്ന ഇടയ്ക്കുള്ള ഫലമാണ്. ഹലോ ഗൈസ്, നമ്മൾ ഒരു ഫിൽറ്റർ വാങ്ങിച്ചിട്ട് കുറേ നാളത്തെ ആഗ്രഹം, മോക്സിയുടെ ഒരു ഫിൽറ്റർ, എയർ ഫിൽറ്റർ വാങ്ങിക്കണമെന്ന്. ഇപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ എയർ ഫിൽറ്റർ മോക്സി. നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എന്തായാലും ഇതങ്ങ് സെറ്റ് ചെയ്തിട്ട് പോകുന്ന വെച്ച്. പവറിൻ്റെ അതില്ലെന്ന് തോന്നുന്നു. എന്നാലും നോക്കാം. പോകുന്ന വഴിക്ക് ഒരു റോഡിൻ്റെ സൈഡിൽ നമ്മൾ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ നമ്മുടെ ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടൂൾസ് ഒക്കെ ഊരി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഊരിയിട്ട് നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റാം. ഇതാണ് മെനക്കേട്. നേരത്തെ സ്പ്ലെൻഡറിലാണ് എനിക്ക് ചാവി ഉണ്ടെന്ന് തോന്നുന്നു ഈ സൈഡിൽ. ഇപ്പോഴത്തെ ഇത് ചാവിയല്ല, ഈ കിടുതാ പൂരി മാറ്റുന്നു. നോക്കൂ എന്തൊരു അവസ്ഥ നോക്കൂ. വണ്ടി വാഷ് ചെയ്യണം കേട്ടോ. എന്തായാലും വണ്ടി വാഷ് ചെയ്ത് വെറ്റത്തോളൂ. വലിച്ചു. ഹലോ ഗൈസ്, വലിച്ചു ഗൈസ്, നല്ല രീതി വലിച്ചു. സ്കൂട്ടറില്ലാതെ ഊരാൻ പറ്റുമോ തോന്നില്ല ഗൈസ്. എൻ്റെ സ്കൂട്ടറൊക്കെ അകത്തിരുന്നു. ഇത് നോക്ക് എന്തൊരവസ്ഥ നോക്ക്. അതിൻ്റെ സാധനം ഊരാൻ ഇപ്പോഴേ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ കിറ്റൂരി കഴിഞ്ഞപ്പോഴേ നമ്മുടെ ബാക്കിയുള്ള അതിൻ്റെ അകത്തുള്ള ഫിൽറ്ററിൻ്റെ സ്കൂട്ടർ കൊണ്ടാണോ സ്റ്റാറിൻ്റെ ഇപ്പം തരാം. അതിൻ്റെ സൈഡൊന്ന് ഊരാൻ ഇപ്പം തരാം. ഗ്യാസ് നമ്മളത് ഊരിയിട്ടുണ്ട്. അതുകൊണ്ട് ഊരി എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ നമ്മുടെ ആ ക്യാപ്പിൽ തന്നെയാണ് എൻ്റെ ഫിൽറ്ററിൻ്റെ അടപ്പോടെ വന്നു. പിന്നെ നമ്മളുണ്ട് അപ്പുറത്ത് നമ്മൾ സാധനം വാങ്ങിച്ച ഫിൽറ്റർ എടുത്ത് നമ്മൾ പഴയ നോർമൽ ഫിൽറ്ററിൽ നിന്ന് എടുത്ത് ഒരു റബ്ബറിൻ്റെ ഒരു പൈപ്പാണ് കൊണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കയറ്റി ഡയറക്റ്റ് സൂട്ടാണ് നമുക്കത് കയറ്റി. പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ വാങ്ങിച്ച ഫിൽറ്ററിൽ തന്നെ ഒരു നട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ഞാൻ അത് ചെയ്തിട്ട് സൗണ്ട് കണ്ട്. ഇതാണ് നമ്മുടെ പഴയ ഫിൽറ്ററിൻ്റെ അവസ്ഥ. നല്ല പൊടിയൊക്കെ കയറിയിട്ടുണ്ട് ഫിൽറ്ററിൽ. ഞങ്ങൾ മറ്റേ കയറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തുള്ളൊരു ആറാണ് ഇത്. ഇപ്പൊ അവിടെ ഡാം കണക്ക് പണിതുകൊണ്ട് 3 ഷട്ടർ കിട്ടി. ചെക്ക് ഡാം കണക്ക് പണിതിട്ടുണ്ട്. അപ്പൊ വണ്ടി കഴിയുന്നതുകൊണ്ടാണ്
എന്റെ കൂട്ടാന്റെ ഫോൺ എടുത്തേക്കുന്നത്. അപ്പൊ വേറെ ഒന്നുമല്ല, 150 രൂപക്ക് വണ്ടി കഴിവാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, എന്തിനാ വെറുതെ പൈസ മുടക്കുന്നത്, അതെന്തൊക്കെ എണ്ണ ആയിരിക്കാം എന്നുള്ളൊരു എന്താണ്. അപ്പൊ പിന്നെ വിചാരിച്ച് വെറുതെ വീട്ടിൽ ഇരുന്നപ്പോ വിചാരിച്ച് വണ്ടി അത് കഴിവാന്ന് വെച്ചു. എന്നുവെച്ചാ വണ്ടി ഇപ്പോ കുറെ നാളായിട്ട് ആറ് കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ ഇവിടെ ആദ്യം എന്റെ ഈ വണ്ടി ഉള്ളതിന്റെ തൊട്ടാ ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കഴുകിക്കൊണ്ടിരുന്നത്. പിന്നെ സർവീസിന്റെ ബാക്കി സർവീസും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ പോയിട്ടുണ്ട്. ഫുള്ള് വണ്ടി കഴുകിയ കഴിഞ്ഞ് മോശമൊക്കെ കഴുകിയ കഴിഞ്ഞ് വണ്ടിയുടെ ഫുള്ള് എന്താ പറയുന്നത് ലുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ കടമ്പയെന്ന് വെച്ചാൽ വണ്ടി കഴുകേണ്ട പതയൊക്കെ വന്നിട്ടുണ്ട്. നമ്മള് 5 രൂപയുടെ വേണ്ട ലൈക്രോടെ ഷാമ്പു ഉണ്ടോ, ലൈക്രോടെ ഷാമ്പു ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക അവിടുത്തെ മിഷനിലൊക്കെ വരുന്ന ഒരു പത കണക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വായിലിട്ട് കൊപ്പളിക്കണം, അതേ നോക്കൂ. അല്ലാതെ നമ്മള് ആ മിഷീനകത്ത് അടിക്കുന്നതൊക്കെ പത കറണമെന്ന് വെച്ചാലേ ഇന്ന് കളിച്ച് കാര്യോ. ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഡെയിലി ബ്ലോഗായിട്ട് ഇന്നത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചിനകത്ത് സംഭവം വേറെ ഒന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ വണ്ടി ലീസിനൊക്കെ വെക്കുന്ന എല്ലാവർക്കും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ആരും ഇങ്ങനെ റീസിന് വെക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇപ്പൊ കുറെ അനുഭവിച്ചതാ. വണ്ടിക്ക് കുറച്ച് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മിററിന്റെ ഇത് കണ്ടോ, ഈ മിറർ ഒരു കുഴപ്പമില്ലായിരുന്ന മിററാ. ഇടയ്ക്ക് വെച്ച് അവരുടെ കയ്യിൽ വണ്ടി ഒന്ന് എന്ത് ചെയ്തപ്പോഴത്തേക്ക് അവര് MC-ലൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുക മിററൊക്കെ. പിന്നെ അതുകൂടാതെ തന്നെ ഫ്രണ്ട് ഹെഡിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് മാറ്റിയ ഹെഡായിരുന്നു. അപ്പൊ ആ കിറ്റിനെ തന്നെ കണ്ടോ ഇവിടെ ഇത്രയും ഇങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ മീറ്റർ കേബിളൊക്കെ ഞാൻ പറഞ്ഞില്ല, മീറ്റർ കേബിളൊക്കെ അങ്ങനെ പോയായിരുന്നു. അത് കേബിൾ പോയത് അത് കുഴപ്പമില്ല, പോട്ടെന്ന് വെക്കാം. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് ആരും മാക്സിമം വണ്ടി ഒന്ന് റീസിന് വെക്കാതിരിക്കുക. നിങ്ങൾ അഥവാ സാമ്പത്തിക പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാതിരിക്കുക. എന്ന് വെച്ചാൽ അങ്ങ് കൊടുക്കുക, വിൽക്കുക, അങ്ങനെ ചെയ്യാവൂ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇത്രയും പൈസയ്ക്ക് വേണ്ടി നമ്മൾ അത്യാവശ്യം പൈസയ്ക്ക് വേണ്ടി അതൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മൾ പൈസ എല്ലാം കിട്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതായിരിക്കും പറ്റുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ ഫണ്ട് ഇറങ്ങത്തേ ഉള്ളൂ. മൈലേജിന്റെ ഷോട്ടും കാര്യങ്ങളൊക്കെ വരും, എന്നാലും കുഴപ്പമില്ല. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് ഇത് ചെയ്യണമെന്ന്. ഞാൻ എന്തായാലും നല്ല രീതി ഏൽപ്പിച്ചു തരാം. ഈ നമ്മളിങ്ങനെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ചാൽ മൈലേജ് ഷോട്ട് വരുന്ന വേറൊന്നും കൊണ്ടല്ല. ഇപ്പോ സാധാരണ എന്ന് വെച്ചാൽ ഒരേ ചെറുക്കന്മാർ ഇപ്പൊ തന്നെ സൗണ്ട് കേൾക്കാൻ ഇതിനൊക്കെ വേണ്ടിയാണ് വെക്കുന്നത്. ആ സൗണ്ട് കേൾക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെ എക്കണോമി ഉണ്ടോ. ഈ എക്കോണമി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ 50ന്റെ അകത്തെ ഇത് നിൽക്കുക, ഒന്നര മൈലേജ് കിട്ടും. ഇതിനെ മണ്ടലിട്ട് വരാൻ വേണ്ടി നമ്മൾ നല്ല രീതി ത്രോട്ടിൽ കൊടുക്കുമ്പോഴാണ് മൈലേജും പോകുന്നത്, എണ്ണയും കത്തുന്നത്. അല്ല വേറൊന്നുമല്ല. അപ്പൊ മാക്സിമം അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ വെക്കുന്നെങ്കിലും മാക്സിമം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.